വിസ്പറിംഗ് ഷൂസ്. അവൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. മാർബിൾ തറകൾ, ഇറക്കുമതി ചെയ്ത പെർഫ്യൂം, അത്രയും വലിയൊരു ക്ലോസറ്റ്. അതവിടെ മിന്നിത്തിളങ്ങി. അവളുടെ ഷൂസ് ട്രോഫികൾ പോലെ നിരത്തിയിട്ടിരുന്നു. ഓരോ ജോഡിയും മുമ്പത്തേതിനേക്കാൾ വിലയേറിയതാണ്. ചുവന്ന സോളുകൾ, സ്വർണ്ണ ബക്കിളുകൾ, തറയിൽ അടിക്കുമ്പോൾ ശക്തിയായി മന്ത്രിക്കുന്ന മടമ്പുകൾ. മീര വിജയിച്ചു. ആളുകൾ അതറിയുന്നത് അവൾ ഇഷ്ടപ്പെട്ടു. തെരുവിൽ അവൾ ചുണ്ടുകൾ ഇറുക്കി യാചകരെ നോക്കുമായിരുന്നു. അവളുടെ ഓഫീസിൽ ആരെങ്കിലും വൈകി വരുമ്പോൾ അവൾ കണ്ണുകൾ ഉരുട്ടി. അത്താഴ വിരുന്നുകളിൽ അവൾ തമാശ പറയും. ആളുകൾ വളരെയധികം എക്സ്ക്യൂസസ് പറയുന്നു. കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം. രാവിലെ അവൾ ഉണരുന്നതുവരെ. അവളുടെ കാലുകൾ അപ്പോൾ അവളുടേതായിരുന്നില്ല. അവളുടെ സിൽക്ക് ഷീറ്റുകൾ പോയി. അവളൊരു ബെഞ്ചിൽ കിടക്കുകയായിരുന്നു. സിൽക്ക് പൈജാമ പോയി. മങ്ങിയ സൽവാർ ധരിച്ചിരിക്കുന്നു. അവളുടെ ചർമ്മത്തിൽ അത് പരുക്കനായിരിക്കുന്നു. അവളുടെ കാലുകളിലോ ഷൂസ്. പക്ഷെ അത് അവളുടേതല്ല. പഴകിയത്, പൊരുത്തമില്ലാത്തത്. ഒരു ലേസ് കീറി വർഷങ്ങളായി നടന്നതിൻ്റെ ഫലമായി കാലുകൾ നേർത്തു. അവ ശാരീരികമായോ വൈകാരികമായോ യോജിക്കുന്നില്ല. അവൾ പരിഭ്രാന്തിയായി. അവ അഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവ അനങ്ങിയില്ല. അവൾ ഒരു വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് മുടന്തി വെള്ളത്തിനായി യാചിച്ചു. അവൻ അവളെ സഹതാപത്തോടെ നോക്കി. പണമില്ല, കുപ്പിയില്ല. അരയിൽ കെട്ടിയിരിക്കുന്ന കീറിയ ദുപ്പട്ടയിൽ അവൾ കൈയിട്ടു. ഒന്നുമില്ല. ഒരു കുട്ടി അവളുടെ നേരെ ഇടിച്ചു. നോക്കൂ, അവൾ പിറുപിറുത്തു. പക്ഷെ ആ കുട്ടി അവളുടെ ഷൂസിലേക്ക് നോക്കി. അവനെ തിരിച്ചറിഞ്ഞ പോലെ. സ്വന്തം ജീവിതത്തിലെ സ്ട്രേഞ്ചറിനെ പോലെ അവൾ നഗരത്തിലൂടെ നടന്നു. ഒരു റിക്ഷ കടന്നുപോയി. ഡ്രൈവർ ക്ഷീണിതനായി കാണപ്പെട്ടു. ഒരിക്കൽ അവൾ കുറഞ്ഞ ശമ്പളം കൊടുത്തിരുന്ന അതേ ഡ്രൈവർ. ഒരു കഫേയിൽ അവൾ വാഷ്റൂം ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടു. മാനേജർ അവളുടെ ഷൂസിലേക്ക് നോക്കി തലയാട്ടി. പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല. മീരയെ ആളുകൾ പിന്നെ കണ്ടില്ല. ഷൂസ് കണ്ടു. പൊട്ടിയ പടികൾ, മണ്ണ്. ഉച്ചയോടെ അവളുടെ കാലുകൾ വേദനിച്ചു. കുമിളകൾ രൂപപ്പെട്ടു. നടപ്പാതയിലെ ഓരോ വിള്ളലും അവളുടെ അസ്ഥികളിൽ എത്തുന്നതായി അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ ഒരു ക്ഷേത്രഭിത്തിക്ക് സമീപം ഇരുന്നു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ത്രീയെ നോക്കി. ആ സ്ത്രീ അവളെ നോക്കി പുഞ്ചിരിച്ചു. വിധിയില്ല, ഭയമില്ല, ദയ മാത്രം. മീര കരയാൻ ആഗ്രഹിച്ചു. വേദന കൊണ്ടല്ല. പക്ഷേ വർഷങ്ങളായി അവൾ ഇതേ മതിലിനരികിലൂടെ നടന്നുപോയ തിരിച്ചറിവിൽ നിന്ന്. എന്നാൽ ഇന്ന് ഒടുവിലത് അവൾ കണ്ടു. പശ്ചാത്തലമായിട്ടല്ല, പക്ഷെ ആരുടെയോ വീടായി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ തൻ്റെ കെട്ടിടത്തിലേക്ക് അലഞ്ഞു. കാവൽക്കാരൻ അവളെ തടഞ്ഞു. ഈ സ്ഥലം നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയല്ല. അവൾ താഴോട്ട് നോക്കി. ഷൂസ്. തീർച്ചയായും അവൾ തർക്കിച്ചില്ല. അവൾ തെരുവിന് എതിർവശത്തിരുന്ന് കെട്ടിടത്തിലേക്ക് നടക്കുന്നത് നോക്കി. കാത്തിരിക്കൂ. എന്ത്? അവൾ അവിടെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് മേക്കപ്പ്, പെർഫെക്റ്റ് പോസ്റ്റർ. അവൾ എപ്പോഴും ധരിക്കുന്ന ഷൂസ് ധരിച്ചു. അത് അവളായിരുന്നു. പക്ഷേ അവളല്ല. ആ സ്ത്രീ തൻ്റെ ഫോണിലേക്ക് നോക്കി. പടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ മേൽ നോക്കാതെ ചവിട്ടി. ഒരു നിമിഷം മീരയ്ക്ക് മനസ്സിലായി. യഥാർത്ഥ മീര മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവൾ കണ്ണാടിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ അവൾ വിധിച്ച ഒരാളുടെ ജീവിതത്തിലെ ഒരു ദിവസമായിരുന്നു ഇത്. അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ. പിന്നെ ഷൂസ്. അവർ ശപിക്കപ്പെട്ടവരല്ല, അവർ അധ്യാപകരായിരുന്നു. രാത്രി എത്തിയപ്പോൾ അവൾ ഉണർന്ന അതേ ബെഞ്ചിൽ കണ്ണുകൾ അടച്ചു. അവൾ വീണ്ടും ഉണർന്നപ്പോൾ അവളുടെ സിൽക്ക് ഷീറ്റുകൾ തിരിച്ചെത്തി. അവളുടെ അൾമാര ഇപ്പോഴും നിറഞ്ഞിരുന്നു. അവളുടെ ഷൂസുകൾ ഇപ്പോഴും തിളങ്ങി. പക്ഷെ മൂലയിൽ ആ പഴയ ഷൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ധരിച്ചിരിക്കുന്നു. ഇപ്പോഴും കീറിപ്പോയി. ഇപ്പോഴും മന്ത്രിക്കുന്നു. ഇത്തവണ അവൾ പിന്തിരിഞ്ഞില്ല. മോറൽ: അവരുടെ പാത വിലയിരുത്തുന്നതിന് മുമ്പ് മറ്റൊരാളുടെ വേദനയിൽ നടക്കുക. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.